ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇന്ന് പിന്നിലെ കൂടെയുള്ള നടപടികൾ എന്ന് പറയുന്ന ഗ്രൂപ്പുകളിൽ വന്നിരുന്ന ചർച്ച എന്ന് പറയുന്നത് കേസ് കൊടുത്തവർക്ക് പൈസ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വിധി ഇവരെ സമ്പാദിച്ചു അത്രേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുത്തവർക്ക് പൈസ കൊടുത്തേക്കൂ എന്നാണോ ഇവരുടെ കഴിഞ്ഞ ജനുവരി 30 ഉണ്ടായിരുന്ന വിധി എന്ന് പറയുന്നത്? പിന്നെ കേസ് കൊടുത്തവർക്ക് FIR ഇട്ടവർക്ക് പൈസ കൊടുത്തോളൂ എന്നാണോ നിങ്ങളുടെ വിധി ഉണ്ടായത്? അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുമ്പം അതായിരുന്നു എന്ന് വിധി എന്ന് ആൾക്കാരൊക്കെ മനസ്സിലാക്കൂ എന്നും കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ പ്രയർ എന്ന് പറയുന്നത്, ഇവർ കൊന്നാലും പ്രയർ പറയില്ലല്ലോ. ഇവരുടെ പ്രയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തമാശയായിരിക്കും. റദ്ദാക്കിയ ഉത്തരവ് റദ്ദാക്കണം എന്നുള്ള പ്രയറിന് ശേഷം, എന്ന അപേക്ഷയ്ക്ക് ശേഷം റദ്ദാക്കിയ ഉത്തരവ് റദ്ദാക്കണം എന്നുള്ള, അത് നടപ്പിലാക്കരുത് എന്നുള്ള, ഹൈക്കോടതി റദ്ദാക്കിയ ഉത്തരവ് നടപ്പിലാക്കരുത് എന്ന് ഇവർ സെഷൻസ് കോടതിയിൽ പോയിട്ട് വാദിക്കും. കോരം വാദിക്കും. ഒരു ദിവസം 5 ലക്ഷം 10 ലക്ഷമൊക്കെ വാങ്ങുന്ന വക്കീലിനെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇവരിങ്ങനെയുള്ള വാദങ്ങൾ. ഇവരെന്താണ്, ഇവരുടെ പ്രയർ എന്താണ്, ഇവരുടെ ആവശ്യം എന്താണെന്ന് പോലും അറിയാതെ ലാസ്റ്റ് കോടതി പറയുമോ ഇവരുടെ പ്രയർ ഇതായിരുന്നു, നമ്മൾ ഇവർക്ക് അത് അനുവദിച്ചു കൊടുത്തേക്കാം, അല്ലെ, അത് റദ്ദ് ചെയ്തേക്കാം. അത് റദ്ദ് തന്നെയാണ്, ആൾറെഡി ഹൈക്കോടതി റദ്ദാക്കിയതാണ്. ഇവർ കുറേ കാലം പൊക്കിക്കൊണ്ട് നടന്നതാണ്. കുറച്ച് മണിക്കൂറുകൾ മാത്രം പൊക്കിക്കൊണ്ട് നടന്നതാണ്. 3:30 വിധി വന്നു, 10:30 അത് പുതിയൊരു ഉത്തരവിലൂടെ അതിനെ മറികടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് പീറക്കടലാസുകൾ, അജിത് ഷാജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുപാട് പീറക്കടലാസുകൾ, ഇതുവരെ ഇല്ലാത്ത ഒരുപാട് പീറക്കടലാസുകൾ നമ്മുടെ കമ്പനിക്കുണ്ട്. ഈ പീറക്കടലാസുകൾ നമ്മൾ ഹൈക്കോടതിയിൽ കൊടുക്കാൻ പോവുകയാണ്. അതിനിടയ്ക്ക് ആർക്കും പൈസ വിതരണം ചെയ്യരുത്, ആരുടെയും വീട് ജപ്തി ചെയ്ത് പൈസ വിതരണം ചെയ്യരുത് എന്നുള്ള ഭയങ്കരമായിട്ടുള്ള പ്രയറാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ഹൈറിച്ചോളിയുടെ ഒരു കമൻറ്റിന് മറുപടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും പൈസ കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ 60 ദിവസമാണ് ഇതിൻ്റെ അപ്പീലിൽ കൊടുക്കാനുള്ള സമയമെന്നും, ആ 60 ദിവസത്തിനിടയ്ക്ക് നിങ്ങൾ അപ്പീലിന് പോയിട്ടില്ലെങ്കിൽ പൈസ കൊടുത്തു തുടങ്ങുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇവരെന്താണ് പ്രചരിപ്പിക്കുന്നതെന്ന് ഇവർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഇതുപോലെ ശ്രീനാഥ് പ്രതാപിൻ്റെ ജാമ്യം നിഷേധിച്ചത്, സെഷൻസ് കോടതി ഇവരുടെ മുൻകൂർ ജാമ്യം തള്ളിയത്, ഇവർ പ്രചരിപ്പിച്ചിരുന്നത് 24 മണിക്കൂറായിട്ടും വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞായിരുന്നു പ്രചരിപ്പിച്ചത്. ശ്രീനാഥ് പ്രതാപിൻ്റെ ജാമ്യം തള്ളി എന്നുള്ള കാര്യം ഇവർ പ്രചരിപ്പിച്ചിരുന്നത്, നോക്കൂ 24 മണിക്കൂറായി, എന്നിട്ട് ആരും തന്നെ ഇവൻ്റെ വീഡിയോ കാണുന്നില്ല. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ സമയത്ത് തന്നെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. ഇവരിങ്ങനെ ഷെയർ ചെയ്തത് കൊണ്ട് അതിനേക്കാൾ കൂടുതൽ വ്യൂസ് വന്നു എന്നുള്ളത് വേറെ കാര്യം. അത് നമ്മളുമായിട്ട് സംസാരിക്കുന്ന പിന്നിലൂടെയുള്ള നടപടികൾ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, എന്താണ് ഈ പൊട്ടന്മാർ ഇങ്ങനെ ചെയ്യുന്നത്, ഇതൊക്കെ ആൾക്കാരിലേക്ക് എത്തുകയല്ലേ ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രീനാഥ് പ്രതാപിനെതിരെ ശ്രീനാഥ് പ്രതാപിൻ്റെ ജാമ്യം നിഷേധിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തുകയല്ലേ ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവരുടെ ആൾക്കാരിലേക്ക് എത്തി. അത് ഇപ്പോഴത്തെ ഡിലീറ്റ് അഡ്മിൻ ആയ അത് ആ സമയം തന്നെ ഡിലീറ്റ് ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒലിപ്പിച്ച് നടക്കുകയാണ് ഇവനിപ്പോൾ. അപ്പോൾ പറയാനുള്ളത് ഇത് തന്നെയാണ്. FIR ഇട്ടവർക്ക് മാത്രമേ, നമ്മൾ ഇന്നലെ ഒരു ക്ലെയിം പെറ്റീഷൻ്റെ ഫോം കണ്ടതാണ്, അതിലെ 9ാമത്തെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ FIR ഇടുന്നുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ നട്ടാൽ കുറുക്കാത്ത നുണയുമായി വരുന്നത്. ഇവരുടെ ആവശ്യം മറ്റായിരുന്നു, പക്ഷെങ്കിൽ ഇവർ അതിനെ പ്രചരിപ്പിക്കുന്നത് FIR ഇട്ട്. അത് ഏതെങ്കിലും ചരിത്രത്തിലുണ്ടോ പരാതി കൊടുത്തവർക്ക് പൈസ കൊടുക്കാതെ പിന്നെ ബാക്കിയുള്ളവർക്ക്, പരാതി ഇല്ലാത്തവർക്ക് തട്ടിപ്പിൻ്റെ വിഹിതം വീതിച്ചു കൊടുക്കൂ എന്നുള്ള എവിടെയെങ്കിലും കേട്ട പരിചയമുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. നിങ്ങൾ എത്ര തലകുത്തി മറിഞ്ഞു കഴിഞ്ഞാലും ഇത് ബഡ്സ് അല്ലാതായി മാറില്ല എന്നുള്ളതാണ്
നിങ്ങളോട് പറയാനുള്ളത്. ഒരുപാട് കാലം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് നീട്ടി കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേങ്കിൽ ഒരിക്കലും ഹൈറിച്ച് എന്നുള്ള സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ ഈ ഇന്ത്യ മഹാരാജ്യത്ത് പറ്റൂല എന്നാണ് പറയാനുള്ളത്. നിങ്ങൾ വേറെ മലേഷ്യയിലോ എന്തായാലും ജാർഖണ്ഡിൽ എന്തായാലും നടക്കൂല. ജാർഖണ്ഡ് ഇന്ത്യയിൽ തന്നെയാണെന്ന് ഇവർ മനസ്സിലാക്കി. ഹൈദരാബാദിൽ പോവും, നമ്മൾ തെലങ്കാനയിൽ പോവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ ദൂരം പോയിട്ട് ജാർഖണ്ഡ് പോയിട്ട് തുടങ്ങിയതും പൂട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് തന്നെയാണ് പറയാനുള്ളത്. പരാതി ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പരാതി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാവും. ഇപ്പോൾ 55 പരാതികളാണ് നിലവിൽ FIR ഇട്ടിരിക്കുന്നത് എങ്കിൽ അത് ഒരു 500ആയി ഉയരാൻ പോവുകയാണ്. 2000-ലധികം ക്ലെയിം പെറ്റീഷൻ പരാതികൾ ജില്ലാ കളക്ടറുടെ മുൻപാകെയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി അന്വേഷിക്കാവുന്നതാണ് എന്നുള്ളതാണ്